ശ്രീ എൻ വി ബാലകൃഷ്ണൻ, ഇപ്പോൾ നടത്തുന്ന അന്വേഷണം അത് വേട്ടയാണ്, അടലാണ് എന്ന് CPM പറയുകയാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ, പല ഘട്ടങ്ങളിലായി പല ഏജൻസികൾ വന്നിട്ടുണ്ട്. പല ഏജൻസികൾക്കും അതിനൊരു സമയം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. EDയെ സംബന്ധിച്ച് അങ്ങനെ സമയമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീർഘകാലം, കുറച്ചു കാലം നന്നായി വേഗത്തിൽ നീങ്ങിയും പിന്നെ ഇഴഞ്ഞും ഒക്കെ പോകാൻ പറ്റും. അപ്പോൾ ഈ ED അന്വേഷണത്തെയും ആ രൂപത്തിലാണ് CPM കാണുന്നത്. എങ്ങനെയാണ് അരുൺകുമാറിന്റെ പ്രതികരണത്തോട് അങ്ങേക്ക് പറയാനുള്ളത്? അരുൺകുമാറിന്റെ പ്രതികരണത്തോട്, അദ്ദേഹത്തിന്റെ നിലപാടുകളോട് പ്രതികരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരുതരം അന്തസ്സില്ലായ്മയാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന് ഒരൊറ്റ ആവശ്യമുള്ളൂ, ഈ ചർച്ചയെ അലങ്കോലപ്പെടുത്തുക. കാരണം കാര്യങ്ങളൊന്നും പറഞ്ഞ് അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റില്ല. നിൽക്കാൻ പറ്റാതിരിക്കുമ്പോൾ അലങ്കോലപ്പെടുത്തി പോകുക. അദ്ദേഹം ഓർക്കേണ്ട ഒരു കാര്യം, ഈ പ്രവർത്തനം അയാൾ എത്ര കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ CPMന്റെ ആളുകൾ നടത്തുക, അതിൻ്റെ ഫലം എന്താണ്, ജനങ്ങൾ അതിനെ എങ്ങനെയാണ് കണ്ടത്, ജനങ്ങൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് വിലയിരുത്തിയോ? അപ്പോൾ അതിനുശേഷമെങ്കിലും ഒരു വീണ്ടും വിചാരം, തങ്ങൾക്ക് എവിടെയോ തകരാറ് സംഭവിക്കുന്നു, ഇങ്ങനെയല്ല ജനങ്ങളെ അപ്രോച്ച് ചെയ്യേണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളോട് എന്ത് പ്രതികരിക്കാനാണ്, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളോട് എന്ത് പറയാനാണ്? എനിക്കൊരൊറ്റ കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്, നിങ്ങളൊരു കാര്യം ആലോചിച്ച് CPM എടുത്തുള്ള നിലപാടുകളെ ഒന്ന് പരിശോധിക്കുക. നിങ്ങൾ ഈ പ്രശ്നങ്ങൾ 2020 ഈ പറയുന്ന ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ആ 2020 ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡ് തീരുമാനം ഉണ്ടാകുമ്പോൾ തീർച്ചയായും വീണാ വിജയനും പിണറായി വിജയനും ഒക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഈ കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷേ അവരാരെങ്കിലും പൊതുസമൂഹത്തിന് മുമ്പിൽ ഇങ്ങനെ ഒരു കാര്യം വരുന്നു, അതിനെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? 2023 മലയാള മനോരമ ഇത് വാർത്തയാക്കി പുറത്തു കൊണ്ടുവരുമ്പോൾ അതിനിടയിൽ PT തോമസ് സംസാരിച്ചൊക്കെ ഉണ്ട്, നിൽക്കട്ടെ. എന്നാൽ പോലും മനോരമയാണ് ഇതൊരു വാർത്തയായിട്ട് പുറത്തു കൊണ്ടുവരുന്നത്. ആ മനോരമ വാർത്ത കൊണ്ടുവരുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്, ഗോവിന്ദ് മാഷ് അതുപോലെ തന്നെ കേരളത്തിലെ CPM നേതാക്കന്മാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതിൽ യാതൊരു അർത്ഥവും ഇല്ല. കാരണം വെച്ചാൽ വീണയെ കേട്ടിട്ടല്ല ഈ കാര്യങ്ങളൊന്നും തീരുമാനിച്ചത്, വീണയ്ക്ക് ഈ വിവരങ്ങളൊന്നും അറിയില്ല. വീണയ്ക്കെതിരായി ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടാകുമ്പോൾ അത് വിശദീകരിക്കാനുള്ള സമയം വീണയ്ക്ക് കൊടുക്കേണ്ടതാണ്. അത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ഇത് പൂർണ്ണമായി അസംബന്ധമാണ് എന്ന് പറയാനാണ് അവർ ശ്രമിച്ചത്. പക്ഷേ സത്യത്തിൽ പറഞ്ഞ ഇന്ററിംഗ് സെറ്റിൽമെന്റ് ബോർഡിന്റെ മുമ്പിൽ വീണ ഒരു വിഷയമേ അല്ല. കാരണം വെച്ചാൽ അത് മറ്റൊരു ഇൻകം ടാക്സ് അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവിടെ വീണ പ്രശ്നമൊന്നുമല്ല, അവർക്ക് ഈ ടാക്സ് ആണ് പ്രശ്നം. പക്ഷേ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യമേ അങ്ങനെ തുടങ്ങി വീണയ്ക്ക് വിശദീകരിക്കാൻ ഏതൊക്കെ തരത്തിലുള്ള അതൊരു തുടർച്ചയായിട്ടല്ലേ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ വരുന്നത്. നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ നല്ലതാണെന്നൊന്നും പറയല്ല ഞാൻ. പക്ഷേ അന്വേഷണം പടിപടിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത്. അപ്പോഴൊക്കെ CPM സ്വീകരിച്ചോടുന്നല്ല അവിടെ എന്താണ് പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്ന സേവനം കൊടുത്തിട്ടില്ല, അല്ല ഇവര് സേവനം കൊടുത്തിട്ടുണ്ട്, കാശ് വാങ്ങിച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ സേവനം കൊടുത്തിട്ടില്ല, ഇത് രണ്ട് കക്ഷികൾ ഇങ്ങനെ പറഞ്ഞു ഇപ്പൊ എവിടെയാ നിൽക്കുന്നത്? ആർക്കാ ഇതിനകത്ത് എന്തെങ്കിലും അവ്യക്തതയുള്ളത്? ആർക്കെങ്കിലും എന്തെങ്കിലും അവ്യക്തത? സത്യത്തിൽ CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുകൂടെ എനിക്കുള്ള ഒരു അഭ്യർത്ഥന, ഇനിയെങ്കിലും നിങ്ങൾ ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അരുൺകുമാറോ അല്ലെങ്കിൽ അയാളുടെ ആരെങ്കിലും ഒന്നും രൂപപ്പെടുത്തിയ സാധനമല്ലല്ലോ. മഹത്തായ പൈതൃകമുള്ളൊരു പ്രസ്ഥാനമാണിത്. ആയിരക്കണക്കിന് രക്തസാക്ഷികളുടെ ചോരയിലുണ്ടായ ഒരു പ്രസ്ഥാനമാണിത്. നിങ്ങൾ ആ പ്രസ്ഥാനത്തെ മുഴുവൻ എഴുതി തള്ളുന്ന ഒരു നിലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ എന്ത് ചെയ്താലും ചോദിക്കാനുള്ള ശേഷി നിങ്ങൾക്കില്ല. വളരെ കൃത്യമായ വിവരങ്ങൾ നമ്മുടെ മുന്നിൽ. ഞാൻ ചോദിക്കട്ടെ, CPMന് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ സ്വന്തമായ ED മറ്റു സംവിധാനമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത്രയേറെ ആക്ഷേപം ഉയർന്നു വന്നിരിക്കുന്ന സ്ഥിതി, ഇത്രയേറെ വിവരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന സ്ഥിതി CPMന് ഇത് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഇത് പരിശോധിച്ച് ഇതിനകത്ത് ഇന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നതാണ് ഇത് വസ്തുത എന്ന് ജനങ്ങളോട് പറയും. പാർട്ടി അണികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന എത്രമാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കോഴിക്കോട്ടെ കാര്യങ്ങൾ ഞങ്ങൾ കോഴിക്കോട്ടെ ആളുകൾക്കൊക്കെ അറിയാം. കോഴിക്കോട്ടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് അറിയാം. അങ്ങനെ നടന്ന് ഈ പാർട്ടിയെ കേളുവെട്ടനും അതുപോലെ പത്മനാഭേട്ടനെ പോലുള്ള ആളുകളൊക്കെ നയിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇന്ന് നിഖിലിന്റെയും മെഹബൂബിന്റെയും ഒക്കെ കയ്യിലെത്തുമ്പോൾ ഇതെന്തായി തീർന്നിരിക്കുന്നു എന്ന് ആളുകൾക്ക് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് വീണ്ടും ഈ പ്രസ്ഥാനത്തെ തന്നെ എഴുത്തള്ളുന്ന ഒരു നിലപാടിലേക്ക് നമ്മൾ പോകുന്നത് ശരിയാണോ? അങ്ങനെയൊന്ന് ആലോചിക്കാൻ എന്തുകൊണ്ടാണ് CPMന്റെ കേന്ദ്ര നേതൃത്വത്തിനൊന്നും ഒരു രാഷ്ട്രീയ വേട്ടയല്ല എന്ന് തന്നെയാണ് അങ്ങ് കരുതുന്നത് അല്ലേ? ED രാഷ്ട്രീയ വേട്ടയൊക്കെ നടത്തുന്നുണ്ട്. ഇതിനകത്ത് ED വേട്ടയാടും പറഞ്ഞാൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിജയനെയോ വീണാ വിജയനെയോ ഒന്നും രാഷ്ട്രീയ വേട്ടയ്ക്ക് ഉപയോഗിക്കേണ്ട ഒരു സംഭവം ഇപ്പൊ ഇന്ത്യയിലില്ല. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ആർക്കെങ്കിലും പരിഗണനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇപ്പോൾ. ഒരു തരത്തിലും ആരും പരിഗണിക്കുന്നില്ല. അത്രയും ഒരു ശതമാനം വോട്ട് പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരു പാർട്ടി, ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഒന്നും ഇല്ലാത്തൊരു പാർട്ടിയെ എന്തിനാണ് ED വന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് പറയുന്നത്? Debate with Smriti Parathikkad.